വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയ്ക്ക് പിന്നാലെ കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇറാനിലാണ്. ഇറാനിൽ നിന്നും ഇപ്പോൾ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിപ്പെട്ടവരിൽ കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഇറാനിൽ കര വ്യോമ ഗതാഗതം നിർത്തിവെക്കുകയുണ്ടായി. ദുബായിലാണ് ആദ്യ കൊറോണ വൈറസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതേ തുടർന്ന് കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, പിന്നെ ഖത്തറിലും ഒപ്പം സൗദിയിലും കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. സൗദിയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മക്കയിലേക്കുള്ള പ്രവേശനം വരെ നിരോധിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ കൊറോണയ്ക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ സൗദിയിൽ 5 വർഷം തടവും 30 ലക്ഷം വരെ പിഴയും നൽകുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയിൽ കൊറോണയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തയും സന്ദേശങ്ങളും നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ കടുത്ത ശിക്ഷ നൽകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 5 വർഷം തടവും 30 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ചുമത്തുക. സൗദി പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇന്ന് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരവിനിമയ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും തെറ്റായ വിവരം പ്രചരിക്കുന്നതുമായ കുറ്റങ്ങൾക്കെതിരെ ഇൻഫർമേഷൻ ക്രൈം തടയൽ നിയമത്തിലെ ആർട്ടിക്കിൾ 1/6 പ്രകാരമുള്ള ശിക്ഷയാണ് കൊറോണ സംബന്ധിച്ച് തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നവർക്ക് നൽകുകയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിക്കുന്നത്. കൊറോണയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരം നിർദ്ദേശം ഏർപ്പെടുത്തിയത്. മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളും രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയോ പ്രചരിപ്പിക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നവർക്കും തുല്യമായ ശിക്ഷയാണ് ലഭിക്കുകയെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വിശദീകരിച്ചു. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 937 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. സൗദിയിൽ ഒരു സ്വദേശി പൗരനിൽ മാത്രമാണ് നിലവിൽ കൊറോണ കണ്ടെത്തിയത്. ഇദ്ദേഹം ഇറാനിൽ നിന്ന് എത്തിയതാണ്. എന്നാൽ മലയാളികൾക്കും കൊറോണ എന്ന തരത്തിൽ സന്ദേശങ്ങൾ തെറ്റായി പ്രചരിച്ചു വരികയാണ്. ഒപ്പം കൊറോണ ബാധിച്ചയാളുടെ തന്നെ പേരിൽ ട്വിറ്ററിലും തെറ്റായ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിവിധ സന്ദേശങ്ങൾ പല രൂപത്തിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഈ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.